വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ്. നാമനിർദ്ദേശക പത്രികാ സമർപ്പണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന CPI നേതാവ്, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. വിശ്വപൗരൻ എന്ന രീതിയിലാണ് തരൂരിനെ അവതരിപ്പിച്ചതെങ്കിൽ അതേ രീതിയിൽ തന്നെ വേറൊരു ഇമേജുമായാണ് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ഈ രണ്ടുപേരുടെ ഇടയിൽ ഒരു സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച് നടന്നു പോകുന്ന ഒരു വ്യക്തിയായാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തുകാർ കാണുന്നത്. ഈ രണ്ടുപേർക്കിടയിലുള്ള ഈ പ്രചരണം അങ്ങനെ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? പ്രചരണത്തിന്റെ പല തരങ്ങളും ഉണ്ടാവും. രണ്ടുപേർക്കിടയിൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വലിയ പ്രമാണിമാരാണ്. വിശ്വഭരണോ എന്ത് പേര് പറഞ്ഞാൽ തിരക്കേണ്ട പ്രഗത്ഭനായ ഒരാളാണ്. ഇപ്പുറത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞാനിവിടെ നേരത്തെ 40 മാസം MP ആയിരുന്ന ഒരാളാണ്. 40 മാസം. ആ 40 മാസത്തെ MP സ്ഥാനം ജനങ്ങൾക്കെല്ലാം അറിയാം. 2005 മുതൽ 2009 വരെ. ആ 40 മാസത്തെ MP സ്ഥാനത്തിന് മുമ്പ് തന്നെ ഞാനിവിടുന്ന് സ്ഥിരതാമസക്കാരനാണ്. 40 വർഷമായി എനിക്ക് തിരുവനന്തപുരത്തെ ജനങ്ങളുമായി ഒരു വല്ലാത്ത വൈകാരിക ബന്ധമുണ്ട്. ഞാനിവിടെ സ്ഥിരമായി നിൽക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരക്കാർക്കറിയാം. ഞാൻ ഇവിടെ MP ആയി പോയപ്പോഴും എവിടെയാണ്, ഏത് കാലത്ത് എവിടെയാണ്, ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ കൂടെയാണ് ഞാൻ. ഒരു MP എന്ന രീതിയിലുള്ള എൻ്റെ ഈ 40 മാസക്കാലത്തെ പ്രവർത്തനം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ആ പ്രവർത്തനത്തിൻ്റെ ഒരു ശക്തി, ഒരു കെൽപ്പ്, അത് എനിക്ക് തെരഞ്ഞെടുപ്പിന് ഒരു ബേസാണെന്ന് ഞാൻ കണക്കാക്കുന്നത്. ആ ബേസാണ് എന്നെ നയിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു MPക്ക് എനിക്ക് അന്ന് കിട്ടിയത്, ഒരു MPക്ക് ഒരു വർഷത്തിൽ 2 കോടി രൂപയാണ് കിട്ടുക. എനിക്ക് കണക്കിന് 6 കോടി രൂപയാണ് കിട്ടിയത്. ആ 6 കോടി കൃത്യമായി ചെലവഴിച്ചത്. ആ ചെലവഴിച്ചത് ഞാൻ ഈ ഇന്നത്തെ പോലെ ലൈറ്റ് കാണിക്കാൻ ചെലവഴിച്ചതല്ല. ഞാൻ ചെലവഴിച്ചത് സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, ഇതുപോലെ വളരെ പ്രധാനമായി മനുഷ്യന് സഹായകമായ സ്ഥലങ്ങളാണ്. ഈ 6 കോടി എനിക്ക് MP ഫണ്ട് കിട്ടിയ ഞാൻ ഈ മണ്ഡലത്തിൽ 10 കോടി രൂപയുടെ റോഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പന്തം വിട്ടു പോകും. കാരണം 6 കോടി കിട്ടുന്ന ഒരാളിങ്ങനെ 10 കോടിയിലെ ആ ഫണ്ടേ അല്ല, MP ഫണ്ടായി ഉപയോഗിച്ച്. അതിന് പുറമെ ഒരു ജനപ്രതിനിധി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഡൽഹിയിലെത്തിയാൽ നമ്മൾ പോവുക, സമ്മേളനത്തിൽ പങ്കെടുക്കുക, TA വാങ്ങുക, ശമ്പളം വാങ്ങുക, വരുമെന്നുള്ളത് മാത്രമല്ല, ഏതെല്ലാം വഴിയിൽ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിയും, വികസനത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന നോട്ടം. ഞാൻ പ്രാഥമികമായി പോയി മറ്റ് MPമാരുമായി സംസാരിച്ച് അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയപ്പോൾ ഒരു കാര്യം പൂർത്തിയായി. നമുക്കൊരു സെൻട്രൽ റോഡ് ഫണ്ട് എന്നൊരു ഏർപ്പാടുണ്ട്. അത് കോമൺ ആയിട്ടുള്ളതാണ്. മന്ത്രി വിചാരിച്ചാൽ തരാൻ കഴിയും. അന്ന് മന്ത്രി TR ബാലു ആയിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് ശ്രീനാരായണ ഗുരു ആദ്യത്തെ പ്രതിഷ്ഠയാണ് അരുവിപ്പുറം. ആ ക്ഷേത്രത്തിൽ ഞാനൊരു പരിപാടിക്ക് പോയി. അവിടെ ആകെപ്പാട് റോഡെല്ലാം വളരെ മോശമായി കിടക്കുക. ആ റൂട്ട് ഞാൻ ബാലുവോട് പറഞ്ഞു, എന്നെ സഹായിക്കണം. പാർലമെൻറ്റിൽ ചോദ്യത്തിലല്ല, നേരെ പറഞ്ഞു എന്നെ സഹായിക്കണം. ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം. ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വേണ്ടി നമ്മുടെ മഹാത്മാഗാന്ധി ഇങ്ങോട്ട് വന്ന ഗുരുവിനെ കാണാൻ. അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്ഥലമാണ് അരുവിപ്പുറം. ആ അരുവിപ്പുറത്തേക്ക് റോഡ് വേണം. ഇവിടെ എത്ര കാശ് വേണ്ടി വരും? ഞാൻ പറഞ്ഞു 25 crore. അത് ഒരു ബാർഗനിയായിരുന്നു. നോ അത് നടക്കില്ല. അവസാനം ഇതിനെക്കുറിച്ചൊരു കൃത്യമായ നോട്ട് എഴുതി ഞാൻ കൊടുത്തു. എല്ലാം വായിച്ചപ്പോൾ പറഞ്ഞ് ഒരു 10 കോടി. ശരി, 10 കോടി തീർത്ത്. ആ 10 കോടി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുവിപ്പുറത്തും അവിടെ നെയ്യാർ ഡാമിലേക്ക് ഒരു റോഡ് കിട്ടി. ആ റോഡ് റബ്ബറൈസ്ഡ് റോഡാണ്. ഞാൻ 2008 ഈ റോഡ് ഇവിടെ പണിതത്. ഇപ്പോഴത്തെയായി 2024. ഇതുവരെ റോഡിനൊരു കുഴപ്പമില്ല. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ തിരുവനന്തപുരം വിമാനത്താവളമില്ലേ? വിമാനത്താവളത്തിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാം,
ഏഗർ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. എന്ന് പറഞ്ഞാൽ വിമാനം റിപ്പയർ ചെയ്യാനുള്ളൊരു യൂണിറ്റ്. അത് ഞാൻ MP ആയിരിക്കുമ്പോൾ ഒന്ന് നേടിയെടുത്തതാണ്. എങ്ങനെ നേടിയെടുത്തതെന്ന് അറിയുമോ? പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചോ സബ്മിഷൻ കൊണ്ടുവന്നോ ഉണ്ടാക്കിയതല്ല. അത് ഉണ്ടാക്കിയത് മന്ത്രിയുമായുള്ള ബന്ധമാണ്. ഞാനൊരു പഴയ ഫുട്ബോൾ കളിക്കാനാണ്, താങ്കൾക്ക് അറിയാൻ പോകുന്നു. ഫുട്ബോൾ കളിക്കാനായിരുന്നു, റണ്ണിങ് കമൻറ്റേറ്റർ ആയിരുന്നു. ഇതൊക്കെ പ്രഫുൽ പട്ടേലിന് അറിയാം. പ്രഫുൽ പട്ടേൽ സിവിൽ ഏവിയേഷൻ മന്ത്രിയാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പട്ടേൽജി എനിക്കത് തരുക, ഞാൻ തിരുവനന്തപുരം MP ഒരു ഫുട്ബോളർ, എന്തിനാണ് എനിക്ക് തരുക? അപ്പോൾ പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് 200 കോടി തന്നല്ലോ സെക്കൻഡ് ടേമിൽ. ഞാൻ പറഞ്ഞു അത് തരേണ്ടതാണ്, നേരത്തെയുള്ള പ്രൊജക്റ്റാണ്, അത് നിങ്ങൾക്ക് തരേണ്ട അനിവാര്യമാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് അവിടെ 200 കോടി അനുവദിച്ചത് തരേണ്ടതാണ്. പക്ഷെ ഇതല്ലല്ലോ, നമുക്ക് വേറെ എന്തതിൽ എൻ്റെ പേരിൽ പറയാനുണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു ആങ്കർ യൂണിറ്റ് ഞാൻ ആലോചിക്കുന്നുണ്ട്, ബോംബെയിൽ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ബോംബെ നിങ്ങളുടെ സ്ഥലമില്ലേ, എന്നെ സഹായിക്കും. അങ്ങനെ നിർബന്ധമായി പറഞ്ഞപ്പം അനുവദിച്ചതാണ് 100 കോടി രൂപ ചെലവുള്ള ആങ്കർ യൂണിറ്റ്. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ്. എന്നാലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഞാൻ വന്നേ മതിയാവുമെന്ന് പറഞ്ഞപ്പം ഞാൻ സ്വീകരിക്കുകയായിരുന്നു. അത് എനിക്ക് എൻ്റെ മുമ്പിലുള്ള പോകേണ്ടതാണ്. കാരണം ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. ഇപ്പോൾ 60 വർഷമായി പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് 16 വയസ്സ് തികഞ്ഞതിന് മുമ്പ് മെമ്പർഷിപ്പ് തന്നതാണ് 1964. അപ്പോൾ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ഒരു പൊതുപ്രവർത്തകൻ ഇതുപോലെ സന്നിഗ്ധ ഘട്ടത്തിൽ നിങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞാലും എന്നെക്കൊണ്ട് കഴിയുമ്പോൾ ഞാൻ യുദ്ധം ചെയ്യും. കാരണം അതാണ് നമ്മുടെ പാർട്ടി രീതി, അതാണ് പൊതുപ്രവർത്തനത്തിൻ്റെ